ഒരു പട്ടിണിക്കാലത്തെ ഒരു ഓർമ്മ മനസ്സിൽ തത്തിക്കളിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനെൻ്റെ സുഹൃത്തിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. അവൻ്റെ കൂടെ പഠിച്ചിരുന്നതും കളിച്ചതും ചിരിച്ചതുമെല്ലാം ഇന്നലെയെന്നോണം മനസ്സിൽ മിന്നിത്തെളിയുന്നു. കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. സതീശൻ എന്നാണ് അവൻ്റെ പേര്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹമിത്രം. ഇന്ന് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ചോദിക്കേണ്ട അവൻ്റെ വീട്ടിൽ എന്നും പഴങ്കഞ്ഞി തന്നെയായിരിക്കും. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൻ്റെ കൂടെ നടക്കുക എന്നത് എൻ്റെ ഒരു അഭിമാനം കൂടിയായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, അവൻ്റെ വീട്ടിലുള്ള ആട്ടിൻപറ്റത്തെ മുഴുവനും മേയാൻ വിട്ട് പശുവിനെയും കുട്ടിയെയും കുളിപ്പിച്ച് ചാണകക്കുഴിയിലേക്ക് ചാണകം തട്ടിയ ശേഷം പശുവിനെയും കിടാവിനെയും പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടി അവിടുന്ന് ആടുകൾക്കുള്ള ഇല വെട്ടിക്കൊടുത്തും പുല്ലരിഞ്ഞു കൊടുത്തതിന് ശേഷം പുഴയിലേക്കൊരു ഓട്ടം. അവിടുന്ന് കുളി കഴിഞ്ഞ് കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നത് കുടിച്ച് അതിലേറെ വേഗത്തിൽ സ്കൂളിലെത്തും. ഇതാണ് പതിവ്. അപ്പോൾ രാജൻ മാഷ് കണക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. കുട്ടികൾക്കാർക്കും ഇതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഇനി ആർക്കു വേണമെങ്കിലും ഉത്തരം പറയാം, പുറത്തു നിൽക്കുന്നവർക്കും പറയാം എന്ന് രാജൻ മാഷ് പറയുമ്പോൾ അപ്പോൾ നേരം വൈകി പുറത്തു നിന്നിരുന്ന സതീശൻ ആ ഉത്തരം പറയും. അപ്പോൾ രാജൻ മാഷ് ഉത്തരം ശരിയാക്കി പറഞ്ഞതിന് പുറത്തു നിന്നിരുന്ന സതീശനെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചു എന്നിട്ട് ഒരു സമ്മാനമായി പേന കൊടുത്തു. ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും ഒരുവിധം ടീച്ചർമാരുടെ അടുത്തു നിന്നും സമ്മാനം വാങ്ങി സതീശൻ അനുഗ്രഹം മേടിക്കുമായിരുന്നു. അങ്ങനെ ഇതൊരു പതിവായിരിക്കുന്നു. മിക്ക ദിവസങ്ങളിലും മാഷുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിയിരുന്നു. മാഷുടെ പ്രിയ വിദ്യാർത്ഥിയായിരുന്നു സതീശൻ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനും അവനും കൂടി ആടിയും പാടിയും കളിച്ചും ചിരിച്ചുമൊക്കെ വന്നിരിക്കും. അവൻ്റെ കൂടെ അവൻ്റെ അനിയത്തിയും ഉണ്ടായിരിക്കും. അവൻ്റെ വീട്ടിലെ കാര്യം വലിയ പരിതാപകരമായ അവസ്ഥയാണ്. അവൻ്റെ വീട്ടിൽ ധാരാളം ആളുകളുള്ള ഒരു വലിയ കുടുംബമാണ്. അവൻ്റെ അച്ഛൻ കൂലിവേല ചെയ്തിട്ടാണ് ആ കുടുംബത്തിൻ്റെ വയർ നിറച്ചിരുന്നത്. ഇദ്ദേഹത്തിനൊരു പനി വന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിയും. പിന്നെ ബാക്കിയുള്ള ആളുകൾക്കെന്തെങ്കിലും സൂക്കേട് വന്നാലും പ്രശ്നം ഈ സാധുവിനാണ്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ ഇല വന്ന് മുള്ളു വന്ന് ഇലയിൽ കയറിയാലും ദോഷം ഇലയ്ക്കു തന്നെ എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ. സതീശൻ്റെ വീട്ടിൽ ശരീരസുഖമില്ലാത്ത അമ്മ, 4 ചേച്ചിമാർ, പിന്നെ സതീശനും അവൻ്റെ താഴെ ഒരു അനിയത്തിയും. ഒരു ചേച്ചിയുടെ കല്യാണം കഴിച്ചു വിട്ടിരുന്നു. പിന്നെ അച്ഛൻ്റെ 2 പെങ്ങന്മാർ, പിന്നെ അച്ഛൻ്റെ മന്ദബുദ്ധിയായ ഒരു അമ്മാവനും. ഈ സതീശൻ്റെ പെങ്ങന്മാരെല്ലാം നല്ലപോലെ പഠിച്ചിരുന്നവരായിരുന്നു. സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാതെ ഇരുന്നത്. നാട്ടിലെ കുറേ ആളുകളും നല്ലവരായ അയൽവാസികളും കുടുംബത്തിനെ അത്യധികം സഹായിച്ചിരുന്നു. ഇവരെയെല്ലാം നോക്കിയിരുന്ന സതീശൻ്റെ അച്ഛനെ ഞാൻ നമിക്കുന്നു. ഇവരുടെ അയൽപക്കത്തു നിന്നുള്ള ആളുകൾ തികച്ചും നല്ല മനുഷ്യസ്നേഹികളായിരുന്നു. ഇവർക്കു വേണ്ടി അവരുടെ വീട്ടിലെ ചോറും കറികളുമെല്ലാം ഉള്ളതിനനുസരിച്ച് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഉണ്ടായ ഒരു കാര്യം എന്നോട് സതീശൻ പറഞ്ഞു. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് ചേച്ചിയും അളിയനും കൂടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അളിയനെ സൽക്കരിക്കാൻ ഓടി നടക്കുന്ന അച്ഛനും അമ്മയും. എവിടെ നിന്നൊക്കെയോ പലചരക്ക് സാധനങ്ങൾ കടം വാങ്ങി കൊണ്ടുവരുന്നു.
അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് മുന്നിൽ അളിയൻ ഇരിക്കുന്നു. പലതരം വിഭവങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ ഉള്ളിൽ നിന്ന് എത്തിനോക്കി പ്രാർത്ഥിക്കും, അളിയൻ കുറച്ചേ കഴിക്കാവൂ എന്ന്. മൂപ്പര് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കതൊരു ഉത്സവമാണ് അന്നേ ദിവസം. പക്ഷേ അളിയൻ എല്ലാ ഭക്ഷണവും നക്കി തുറച്ചു. ഈ അളിയൻ പപ്പടം എടുക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഒരു പൊട്ടെടുത്താൽ മതിയെന്ന്. പക്ഷേ അളിയനത് ആ പപ്പടം മുഴുവനും തിന്നിരിക്കുന്നു. ഞങ്ങൾ ഒളിഞ്ഞു നോക്കി. അളിയൻ്റെ ഇലയിൽ അവിയലും പോയിട്ട് കാളൻ വരെ ഇല്ല. എന്തായാലും ബാക്കിയൊന്നും വയ്ക്കാതെ അളിയൻ എഴുന്നേറ്റു. ഞങ്ങൾ കുട്ടികളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെയും കണ്ണ് നനയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനല്ലേ? ഇവനറിയാത്ത പദ്യങ്ങളും കവിതകളുമില്ല. അത്രയ്ക്ക് മെമ്മറിയാണ് അവന്. അവൻ ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുവരികയില്ല. അഥവാ കൊണ്ടുവന്നാൽ തന്നെ അത് കഞ്ഞിയായിരിക്കും. അതിൽ കുറച്ച് ചോറിൻ്റെ വറ്റും 2 പച്ചമുളകും ഉണ്ടാവും. ഞാൻ എൻ്റെ കറിയിൽ നിന്ന് കൊടുത്താലും അവൻ മേടിക്കില്ല. അവന് ചോറ് വെക്കാൻ അരിയില്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു കഞ്ഞിയായിരുന്നത്. ഞാനെന്നും അവനോട് പറയും, നീ എൻ്റെ ചോറിൻ്റെ പകുതി നീ എടുക്കണമെന്ന്. അവൻ എന്തൊക്കെ പറഞ്ഞാലും വാങ്ങിക്കില്ല. അവൻ പറയും, എനിക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു ശീലമായി എന്ന്. പിന്നെ കുറച്ചു കാലം സ്കൂളിൽ ഗോതമ്പ് ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു. അവൻ അപ്പോൾ കഴിച്ചിരുന്നു. സതീശൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചായപ്പൊടിയുമില്ല, പഞ്ചസാരയുമില്ല, അത്ര തന്നെ. ഇവർക്കാർക്കെങ്കിലും ഒരസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. എന്താണ് കാരണം? പൈസയില്ല, അത്ര തന്നെ. ഇതിനും നല്ലവരായ ഈ ജനങ്ങളുടെ സഹായമുണ്ടായിരുന്നു. എന്തായാലും ഗവൺമെൻറ് ആശുപത്രി തന്നെ ആശ്രയം. ഈ ഗവൺമെൻറ് ആശുപത്രി കൂടിയില്ലെങ്കിൽ എന്താ കഥ? ദൈവത്തിൻ്റെ ഒരു സഹായം. അങ്ങനെ അവന് ആകെ 2 കാക്കി ട്രൗസറും ഷർട്ടുമേ ഉള്ളൂ. ഇവൻ്റെ ചേച്ചിമാർക്കും ഇങ്ങനെയൊക്കെ തന്നെ. ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ഓർത്താൽ ബാക്കി പറയുവാൻ എനിക്കും പറ്റുന്നില്ല. അത്രയ്ക്ക് വിഷമം. അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവരും ബസ്സിൽ വരുമ്പോൾ അവൻ നടന്നാണ് വരിക. പൈസ ഞാൻ കൊടുത്താൽ അവൻ വാങ്ങിക്കുകയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യുമെന്നോ, അവൻ്റെ ഒപ്പം ചില ദിവസം നടക്കാൻ കൂടും. ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഒരു ചായക്കടയിൽ വൈകുന്നേരം പഴംപൊരിയും ഉള്ളിവടയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ മണം മൂക്കിലടിച്ചാൽ തന്നെ എന്ത് വില കൊടുത്തും വാങ്ങി തിന്നാൻ തോന്നും. ചില പൈസയുള്ള കുട്ടികൾ അത് വാങ്ങി തിന്നും. എൻ്റെ കയ്യിൽ ചിലപ്പോഴെല്ലാം പൈസ ഉണ്ടാവും. ഞാൻ പഴംപൊരിയും ഉള്ളിവടയും ഒക്കെ വാങ്ങി പകുതി അവന് കൊടുക്കും. അവനത് ആർത്തിയോടെ കഴിക്കുന്നത് ഞാൻ നിർനിമേഷനായി നോക്കി നിൽക്കും. അവൻ്റെ പല കാര്യങ്ങളും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആട്ടിൻകൂട്ടത്തെ വീട്ടിലേക്കാക്കുവാനും പുല്ലരിയുവാനും ഒക്കെ ഞാനും കൂടി സഹായിക്കും. അങ്ങനെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ സതീശന് 1ാം റാങ്ക്. ഞാനാണെങ്കിൽ തോറ്റിരിക്കുന്നു. ഞാൻ തോറ്റതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം സതീശൻ്റെ മിന്നിത്തിളങ്ങുന്ന വിജയം തന്നെയാണ്. ഇപ്പോൾ ഞാൻ അവൻ്റെ ശരിക്കും ഒരാരാധകനായി. അവൻ കോളേജിൽ പോകുമ്പോൾ പാർട്ട് ടൈമായി ജോലി ചെയ്തു വന്നിരുന്നു. അങ്ങനെ ഞാൻ 2ാമതും 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റിരിക്കുന്നു. പിന്നെ 2 വർഷം പലതരം ജോലികൾ ചെയ്തു. ഞാൻ അപ്പോഴും
സതീശന് പൈസ കൊടുക്കുമായിരുന്നു. ഞാൻ അവന് വെറുതെ പൈസ കൊടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ലായിരുന്നു. എന്താ കാരണമെന്ന് വെച്ചാൽ ചെറിയ ഒരു അഭിമാന പ്രശ്നം തന്നെ. അവൻ പറയും, നിനക്ക് എത്രയോ പൈസ ഞാൻ കാരണം ചിലവായിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാതിരിക്കില്ലട്ടോ. അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ നിൻ്റെ എന്തു കൂട്ടുകാരനാണ്? പൈസയുടെ മേൽ ആത്മാർത്ഥ കൂട്ടുകാരനെ അളക്കരുതെന്ന് ഞാൻ പറഞ്ഞു. നീ ഇനി മേലാൽ ഇങ്ങനെ പറയരുത്. പൈസ തിരിച്ചു തരുമെന്ന് ഇനി ഒരിക്കലും പറയരുത്. എൻ്റെ അടുത്ത് പൈസയില്ലെങ്കിൽ നീ തരുമ്പോൾ ഞാൻ വാങ്ങും. നീ അതിനൊക്കെ കണക്കും വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെയായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും. എന്നാൽ നീ എന്നെ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. അപ്പോഴാണ് സതീശന് ഞാൻ പറഞ്ഞതിലുള്ള അമളി മനസ്സിലായത്. സോറി ഡാ എന്നവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ഞാൻ ഉന്നത നിലയിലായി കഴിഞ്ഞിരുന്നു. ഞാൻ നല്ല തുകകൾ ഇങ്ങനെയും സതീശന് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഒരു വട്ടം ലീവിന് വന്നപ്പോൾ എനിക്ക് പനിയും ജലദോഷവുമൊക്കെയായി ഡോക്ടറെ കാണുവാൻ പോയി. ഡോക്ടർ എന്നെ കണ്ടതും എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനും ശ്രദ്ധിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, സൂക്ഷിച്ചു നോക്ക്, നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, സതീശനല്ലേ? അതെ. എനിക്കും സംശയമുണ്ടായിരുന്നു, സതീശൻ തന്നെയല്ലേ ഇതെന്ന്. കാലങ്ങൾ പോയപ്പോൾ ഒരു മാറ്റം. ഞാൻ നിൻ്റെ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പനിയും ജലദോഷവും. അങ്ങനെ സതീശൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുശലാന്വേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ പനിക്കുള്ള മരുന്ന് എഴുതി അറ്റൻഡറോട് പറഞ്ഞ് എൻ്റെ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഞാനിവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ്. ഒരു മണിക്കൂറിനകം തിരിച്ചു വരാം. രോഗികളോട് അടുത്ത റൂമിലെ ഡോക്ടറോട് ഒന്ന് നോക്കുവാൻ പറയണം. എനിക്കൊരു എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടുന്ന് വലിയൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ പഴയ കാര്യങ്ങൾ അയവിറക്കി. എന്തായാലും രാജൻ മാഷുടെ ശിഷ്യൻ പ്രശസ്തനായൊരു ഡോക്ടറായിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു വൃദ്ധസദനം തുടങ്ങിയിരിക്കുന്നു. ആരോരുമില്ലാത്തവർക്കായി ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. അങ്ങനെ ആരോരുമില്ലാത്തവർക്കായി വൃദ്ധസദനം തുടങ്ങിയെന്ന് സേവന തൽപരനായി തുടങ്ങിയത് എനിക്ക് വീണ്ടും ഒരു സന്തോഷം തോന്നി. സേവന തൽപരനായിരിക്കുന്ന സ്നേഹമുള്ളൊരു ഡോക്ടറായി മാറിയതിൽ എനിക്കൊരു അഭിമാനവും തോന്നുന്നു. എൻ്റെ കൂട്ടുകാരനെ സഹായിച്ചതിൽ എനിക്കഭിമാനം. പിന്നെ കൊടുക്കേണ്ട കൈകളിലേക്ക് തന്നെ ദൈവം കൊടുത്തിരിക്കുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, എനിക്ക് നിൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല. അതൊരു ഖേദമായി. നിൻ്റെ വൈഫ് ടീച്ചറല്ലേ? അതേ എന്ന് അവനും പറഞ്ഞു. എന്തായാലും എൻ്റെ കല്യാണത്തിൻ്റെ ഖേദം നിൻ്റെ കല്യാണത്തിലൂടെ തീർക്കാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എൻ്റെ ജാതകമൊന്നും ശരിയായില്ലെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത് അത്രേ. അപ്പോൾ
എനിക്കെങ്ങനെ പെണ്ണ് കിട്ടും? ഇപ്പോൾ വയസ്സിൻ്റെ പ്രശ്നവുമുണ്ട്. എങ്കിൽ ഞാനൊരു പെണ്ണിനെ കാണിച്ചാൽ നീ എതിര് പറയരുത്. ഇല്ല പറയ്. അത് എൻ്റെ പെങ്ങൾ മായ തന്നെ. നീ പറഞ്ഞ എനിക്ക് 100 വട്ടം സമ്മതമാണ് എന്ന് ഞാനും പറഞ്ഞു. നീ എന്തു പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുമല്ലോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും എൻ്റെ ഗ്രഹനില എൻ്റെ മൊബൈലിലുണ്ട്. പെണ്ണിൻ്റെ ഗ്രഹനില സതീശൻ്റെ അടുത്തും. ഞങ്ങൾ 2 പേരും ജ്യോത്സ്യനെ പോയി കണ്ടു. ഫുൾ പൊരുത്തമുള്ള ജാതകങ്ങളാണിതെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണം എങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ സമ്മതം വേണമല്ലോ എന്ന് ഞാനും. എങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. പിറ്റേ ദിവസം സതീശനെ ആലിൻചുവട്ടിൽ വെച്ച് കണ്ടപ്പോൾ മായയ്ക്ക് സമ്മതമാണെന്ന് അവളും നീ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. അത്ഭുതം തന്നെ. 100 വട്ടം സമ്മതമാണെന്ന് അവളും പറയുക. അമ്മയോട് ഞാനും പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞതും 100 വട്ടം സമ്മതമാണെന്ന്. ഇത് വല്ലാത്ത കാര്യം തന്നെയല്ലേ? അതെ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ യാത്ര പിരിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങുന്നവരെ ഞങ്ങൾ പണ്ട് കാറ്റ് കൊള്ളുവാനും സൂര്യാസ്തമനം കാണുവാനുമൊക്കെ ഇരുന്നിരുന്ന സ്ഥലമാണ് ഈ ആലിൻചുവട്. ഈ ആലിൻചുവട്ടിൽ എന്നും വന്നിരിക്കാമെന്ന് ഞങ്ങളുടെ കരാറിൽ ഒരു നിബന്ധന ഉണ്ടായി. അത് ലംഘിക്കുന്നവർക്ക് മാപ്പില്ലെന്ന് ഞങ്ങൾ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ യാത്ര പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ കയറി അങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ കയറി. ഒരു ബിരിയാണി കഴിച്ചു. കുറച്ചധികം ബിരിയാണി പാർസലും വാങ്ങിച്ചു. വണ്ടി കുറച്ചു ദൂരം കൂടി പോയപ്പോൾ ഒരു നാടോടി സ്ത്രീയും കുട്ടിയും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ആ സ്ത്രീയും കുട്ടിയും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. 2 പൊതിയെടുത്ത് അവർക്ക് കൊടുത്തു. കുറച്ച് പൈസയും. ആ സ്ത്രീയുടെ കണ്ണുകളിറനണിഞ്ഞത് ഞാൻ കണ്ടു. അങ്ങനെ ഇത് കൊടുത്തതും അർഹിക്കുന്നവർക്ക് തന്നെ. അങ്ങനെ ഞാൻ ആർക്കു കൊടുത്ത പൈസയും വെറുതെ ആയിട്ടില്ല. അങ്ങനെ എൻ്റെ ആദർശം വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന് നന്ദി. എന്നെ നയിക്കുന്ന ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി. ശുഭം.